ഹലോ ഗൈസ്, സെക്കൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നാളെ നാട്ടിൻ്റെ സ്കൂളിൽ നേച്ചർ ഡേ ആണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുകൂടെ ദാനോട്ടിനും എല്ലാം സെറ്റാക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ കറുത്ത കരങ്ങളാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ട് കിടന്നപ്പോൾ തന്നെ 1 മണി ആയിട്ടുണ്ടായിരുന്നേ. നേരം വെളുത്ത് അറിഞ്ഞില്ല, എല്ലാം വാരിക്കെട്ടി സ്കൂളിലേക്ക് ഓടിയിട്ടു കേട്ടോ. കാരണം പോകുന്ന വഴിക്ക് എനിക്ക് കതിര് പറിക്കണം. വെല്ലോൻ്റെ കണ്ടത്തിൽ നിന്ന് കതിര് പറിച്ചാൽ തല്ലുകൊള്ളുമെന്ന് അറിയില്ലല്ലോ. കൈ കിട്ടി കതിരെല്ലാം പറിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് കതിര് ഒരുപാട് വലുതായി പോയി. പക്ഷേ ഞാനുള്ള കതിര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോഴാണ് ദേ നമ്മുടെ ഗ്യാങ്ങിന് എൻട്രി. ആശാന്റെ സിനിമയിൽ എടുത്തെന്ന് പറഞ്ഞ കണക്കാണ് ശരണി ചേച്ചി. ഞങ്ങൾ എവിടെ ക്യാമറ ആയിട്ട് നിൽക്കുന്നു അവിടെ എന്ത് ദൂരത്ത് നിന്നാലും ഓടി വന്ന് അതിനകത്ത് നിൽക്കും കേട്ടോ. ശരണി ചേച്ചി എന്ന് ഉദ്ദേശിച്ചത് ആ ഫോണുമായിട്ട് നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ. അല്ല, ഇവിടെ വന്നുള്ള പരിചയമാണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബോണ്ടാണ്. കഴിക്കുന്ന ബോണ്ടേ അല്ല, എല്ലാവരും ഭയങ്കര കൂട്ടാണെന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെയാണ് ഏജിന് പ്രസക്തി ഇല്ലെന്ന് തെളിയിക്കുന്നത്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞത്. ഇതിനൊക്കെ നല്ല പ്രായം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വൈബിനൊത്താണ് ഇവരെല്ലാം നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര കട്ട സപ്പോർട്ടാണ് കേട്ടോ ചേച്ചിമാരെല്ലാവരും. അപ്പോഴാണ് നമ്മുടെ കഥാനായികയുടെ എൻട്രി. ഞാനിവിടെ അഗ്നിപർവ്വതം പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് അതിനകത്തോട്ട് ഒരു കുന്തിരിക്കൊക്കെ കത്തിച്ചൊഴിച്ചു. ഞങ്ങളോട് ഇവിടെ മൊത്തം ഇന്ന് തീയിട് വന്നു. എന്തായാലും അത് സംഭവിച്ചില്ല. അതിനുശേഷം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ട് അറിയാൻ നിന്നില്ല. കാരണം കിട്ടില്ലെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദാനോട്ടെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഷേക്ക് കുടിച്ചിട്ടു. ദാനോട്ടിന് കൊടുത്തില്ല. ദാനോട്ടിനൊരു ജ്യൂസ് മാത്രമേ കൊടുത്തുള്ളൂ, തണുപ്പില്ലാത്തത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അയ്യോ പോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ആ സമ്മാനമാണിത്. ലൈക്ക് ചെയ്യണേ.